ഞാൻ കൊച്ചായിരുന്നപ്പോ എല്ലാ സൺഡേസിലും പള്ളിയിൽ പോവായിരുന്നു. പപ്പായും അമ്മായും ഞങ്ങൾ 4 പിള്ളേരും കൂടെ. നല്ല രസമാ അത്. പപ്പായും മക്കളും കർത്താവായിട്ട് നല്ല കമ്പനിയാ. പക്ഷെ മമ്മാക്ക് മാത്രം പേടിയാ. നല്ലൊരു ക്രിസ്ത്യാനായി വളരണം എന്നല്ല, നല്ലൊരു മനുഷ്യനായി വളരണം എന്നാ എന്റെ പപ്പ എന്നോട് പറഞ്ഞിട്ടുള്ളത്. നമ്മള് മനസ്സ് വൃത്തിയായി സൂക്ഷിച്ചാ ദൈവം നമ്മുടെ ഹൃദയത്തിൽ കയറി അങ്ങിരിക്കും. പിന്നെ അമ്പലവും പള്ളിയും കൂട്ടപ്രാർത്ഥനയുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചുമ്മാ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞേച്ചാ മതി, പുള്ളി അത് ഓക്കെ ആക്കി ഇങ്ങി തരും. പപ്പയും മമ്മയൊക്കെ വിട്ടിട്ട് ഈച്ചോ എന്താ ഇങ്ങോട്ട് പോകുന്നത്? ഇങ്ങോട്ട് വന്നത് ലോ കോളേജിൽ ചേർന്ന് പഠിക്കാനാ. ഗാന്ധിജിയാ നമ്മുടെ റോൾ മോഡൽ. ആരെയും തട്ടിക്കാതെയും വെട്ടിക്കാതെയും ജീവിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, പൂർണ്ണ സ്വരാജ്. അച്ഛനെ വിവാഹം കഴിക്കാൻ ഇജോടെ പപ്പയും മമ്മയും സമ്മതിക്കോ? എന്റെ ഇഷ്ടത്തിനെതിരായ ഒരക്ഷരം പോലും അവര് പറയില്ല. നമുക്കേ നാളെ ഒന്ന് പോയാലോ എന്റെ പപ്പയും മമ്മയും കാണാൻ? അതിപ്പോ ഞങ്ങൾ അങ്ങോട്ടില്ലെന്ന് വെച്ചാ അതല്ല അതിന്റെ ഒരു രീതി. അവരോട് ഇങ്ങോട്ട് വരാൻ പറ. എന്റെ പപ്പയെ അറിയാഞ്ഞിട്ടാ. ഒരു ഫോർമാലിറ്റീസിന്റെ ആവശ്യമില്ല. അവരെ ഇങ്ങോട്ട് വരുത്താന്നൊക്കെ പറഞ്ഞാ അത് വേണ്ട. നമുക്ക് അങ്ങോട്ട് പോവാം, അതാ നല്ലത്. നാളെ വെളുപ്പിന് ഞാനൊരു വണ്ടി സംഘടിപ്പിച്ചു വരാം. കുന്നോളം കിനാവ് കണ്ടാലേ കുന്നിക്കുരുവോളം കിട്ടൂന്നാ എന്റെ പപ്പ എപ്പോഴും പറയാ. പപ്പയുടെ ഡാഡി ഭയങ്കര റിച്ചാ, പഴയ ക്രിസ്ത്യൻ ജന്മി. 2 ബിഷപ്പുമാരുണ്ടായിട്ടുള്ള വലിയ ഫാമിലിയാ ഞങ്ങളുടെ. പക്ഷെ എന്റെ പപ്പയ്ക്ക് ആരെയും തണല് പറ്റി ജീവിക്കുന്ന ഇഷ്ടമല്ല. പപ്പയുടെ സ്വഭാവം അങ്ങനെ തന്നെ കിട്ടിയിരിക്കുന്നത് എനിക്കാണെന്നാ മമ്മ പറയാറ്. ഗ്രാൻഡ് ഫാദറിന്റെ സ്വത്തുനിന്ന് ഒരു ചില്ലിക്കാശ് പോലും എടുക്കാതെ സ്വന്തം പ്രയത്നം കൊണ്ടാ പപ്പ കൊടൈക്കനാലിൽ റോയൽ റിസോർട്ട്സ് തുടങ്ങുന്നത്. 27 കൊല്ലം മുമ്പാണെന്ന് ഓർക്കണം. പയനീർ ആയുർവേദിക് റിസോർട്ട്സ് വിത്ത് 5 സ്റ്റാർ ഫെസിലിറ്റീസ്. എന്റെ പപ്പ, ഹീസ് എ ഗ്രേറ്റ് മാൻ. പപ്പയുടെ ഏറ്റവും ഇളയ മോനാണല്ലോ ഞാൻ. 4 മക്കളിൽ എന്നോടാ പപ്പയ്ക്ക് ഏറ്റവും പ്രിയം. ഇത് കേൾക്കുമ്പോ പപ്പയുടെ ആ പ്രിയമൊക്കെ അങ്ങ് പോകും. നെവർ. പപ്പ പണ്ടേ വളരെ ഫോർവേഡാ. മമ്മയ്ക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാവാം, ഹിന്ദു ക്രിസ്ത്യൻ. പക്ഷെ എന്റെ ഇഷ്ടത്തിന് നോ പറയാൻ എന്റെ മമ്മയ്ക്കാവില്ല. എന്തൊക്കെയായാലും മോളെ കല്യാണം കഴിച്ച് തരട്ടെന്നും ചോദിച്ച് അങ്ങോട്ട് പോകുന്നത് ഒരു 2ാം തരം ഏർപ്പാടാ. പപ്പയുടെ മമ്മയുടെ സമ്മതം വാങ്ങുന്ന കാര്യമല്ലേ, അതെനിക്ക് വിട്ടേക്ക്. ഇതെന്താ ഇവിടെ? ഇറങ്ങ്. ഇത് മമ്മ, ഇത് പപ്പ. ഇവർ രണ്ടുപേരും എന്റെ സിസ്റ്റേഴ്സാ. അതാണ് മാത്യു, ഞങ്ങളുടെ മൂത്ത ചേട്ടൻ. ഞാൻ പറഞ്ഞില്ലേ ആരും എതിർത്തൊരു അക്ഷരം പറയില്ലാന്ന്. ഡൈഡ് ഓൺ 3rd December 1988. 5ലും ഒരേ ഡേറ്റ് കണ്ടില്ലേ? പപ്പയുടെ പ്ലാൻ പ്രകാരം ഒരേപോലുള്ള കല്ലറ 6ആയിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ കർത്താവ് എന്നെ മാത്രം അങ്ങോട്ട് കടത്തിവിട്ടില്ല. തള്ളി പുറത്താക്കി സ്വർഗവാതിൽ പൊട്ടി താക്കോലും കൊണ്ട് മൂപ്പരങ്ങ് പോയി കളഞ്ഞു. വിഷം കഴിച്ച് കൂട്ടാത്മഹത്യയായിരുന്നു. ഞാനന്ന് 5th പഠിക്കുക, 11 വയസ്സ്. അന്ന് രാത്രി ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിച്ചു. മമ്മയുടെ അസൽ കുക്കിങ്ങാ. 17 കൊല്ലം കഴിഞ്ഞിട്ടും എന്റെ നാക്കിൽ മമ്മ അന്നുണ്ടാക്കിയ ഫുഡിന്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്തു നോക്കണം. ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പപ്പ പറയുന്നേ, ബിസിനസ് പൊളിഞ്ഞു, റോയൽ റിസോർട്ട്സ് ജപ്തിയായി, കടക്കാരെ കൊണ്ട് ഇരിക്കപ്രതിയില്ല, ഇനി ജീവിച്ചിരുന്ന ജപ്തി, ജയിൽ, കേസ്, അതൊക്കെ വലിയ അപമാനമാ. അങ്ങനെ എന്തൊക്കെയോ പപ്പ പറഞ്ഞു. അത് മുഴുവനൊന്നും മനസ്സിലായില്ലെങ്കിലും ഒരു കാര്യം ക്ലിയർ ആയിരുന്നു, അന്ന് രാത്രി എല്ലാരും കൂടി മരിക്കാൻ പോവാന്ന്. പപ്പ ഞങ്ങളെ ആരും ചീറ്റ് ചെയ്തിട്ടില്ല. ഹി വാസ് എ ഗ്രേറ്റ് മാൻ.